വേദപുസ്തകത്തിന്റെ പരിഭാഷകളാൽ ചതിക്കപ്പെട്ട ജനമാണ് ക്രിസ്ത്യാനികൾ. യേശുവോ അപ്പോസ്തലന്മാരോ ഹൃദയത്തിൽ പോലും ചിന്തിക്കാത്തതും ആ എഴുത്തുകാരും അവരുടെ മനോമുകുരത്തിൽ ഒരിക്കൽ പോലും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറിയതിൻ്റെ കാരണം ഈ വേദപുസ്തകത്തെ വിവർത്തനം ചെയ്ത ആളുകൾ മനഃപൂർവ്വമായിട്ടോ അറിവില്ലാതെയോ അതോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ ആണ് ഇതൊക്കെ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ ഇടയ്ക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യുദ്ധസമയത്ത് ലോകത്ത് കേട്ട ഏറ്റവും വലിയ വാക്ക് ലോകാവസാനത്തിൻ്റെ സമയമായി, കർത്താവ് വരാറായി, കാലാവസാനമൊന്നുമല്ല പറഞ്ഞത്, ലോകം അവസാനിക്കാൻ പോകും. ഇസ്ലാമിക പ്രഭാഷകർ അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ തന്നെ ഖിയാമത്ത് നാളെന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലോകാവസാനം സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് നല്ല തച്ചിന് പറഞ്ഞുകൊണ്ടിരിക്കുക ലോകം അവസാനിക്കാൻ പോകും. വേദപുസ്തകത്തിനകത്ത് ലോകാവസാനം എന്ന വാക്കുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് ഇവിടുത്തെ നന്നായിട്ട് ഇവിടെ ഈ ഗ്രീക്ക് ഭാഷയും എബ്രായ ഭാഷയൊക്കെ അറിയാവുന്ന പണ്ഡിതന്മാർ പോലും അവഗണിക്കുന്നത് ഇവിടുത്തെ ആളുകളെ പേടിച്ചിട്ടാണ്. ഇവിടുത്തെ സംഘടനക്കാരെയും നേതാക്കന്മാരെയും പിന്നെ വേദിയും പ്രസംഗവേദിയും ഒക്കെ പേടിച്ച്, പണ്ട് പറഞ്ഞാൽ ഊഴിയ വേലക്കാരെ, സുവിശേഷ വേലക്കാരെന്നല്ല, മറ്റുള്ളവരെ പേടിച്ച് മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ദൈവദാസന്മാർ, ഇത് അറിവുള്ളവരാ, സാധാരണ വിശ്വാസികളെ വിട്ടേര്. വേദോസ്തവത്തിന്റെ ഗ്രീക്ക് പരിഭാഷയും അതും ഇതൊക്കെ അറിയാവുന്ന ആളുകൾ ഇത്ര ശ്രദ്ധിക്കാതെ, യാതൊരു സീരിയസ്നെസ് കൊടുക്കാതെ പഠിപ്പിക്കുക. ഗ്രീക്കൊക്കെ തന്നെ ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും, പക്ഷേ ഈ വാക്കുകളർത്ഥം അതാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ നിയമത്തിൽ ലോകം എന്ന് മലയാളത്തിലാണ് ഞാൻ പറഞ്ഞ കേട്ടോ. മലയാളത്തിൽ ലോകം എന്ന് കൊടുത്തിരിക്കുന്നതിന് 3 വാക്കുകളാണ് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്ന് ഒയ്ക്കുമെനെ. ഞാൻ ഈ പറയുന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ ഗ്രീക്ക് പണ്ഡിതന്മാർ ക്ഷമിക്കുക, എനിക്ക് മലയാളം പോലും കറക്റ്റായിട്ട് നമുക്ക് വായി വരത്തില്ല. ഒയ്ക്കുമെനെ എന്ന വാക്ക്. രണ്ടാമത്തെ വാക്ക് കോസ്മോസ് എന്ന വാക്ക്. മൂന്നാമത്തെ വാക്ക് എയോൺ എന്ന് വേണേൽ പറയാം, എയോൺ എന്ന് പറയുന്ന വാക്ക്. ഇങ്ങനെ 3 വാക്കുകളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ ഒയ്ക്കുമെനെ എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം അതിന് കൊടുത്തിരിക്കുന്ന ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ലാൻഡ് ദാറ്റ് ഇസ്രായേൽ ഇൻഹാബിറ്റഡ് ലോക്കലി ആൻഡ് ഇന്റർനാഷണലി, അല്ലെങ്കിൽ ഇൻ ഫോറിൻ, സ്വദേശത്തും വിദേശത്തുമായി ഇസ്രായേൽ ജനം പാർക്കുന്ന, അതിനെ ഡയസ്പോറ എന്ന് പറയും, പ്രവാസികളായി പാർക്കുന്ന ആ സ്ഥലങ്ങളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേര് ബൈബിളിൽ ലോകം എന്ന് പറയും. അല്ലെങ്കിൽ അത് വാസ്തവത്തിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് റോമായിരുന്നു ഇസ്രായേലിനെ ഭരിച്ചിരുന്നത്. റോമിന്റെ കീഴിൽ അനേക രാജ്യങ്ങളുണ്ടായിരുന്നു. ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ മക്കള് ചിതറിപ്പാർത്തിരുന്നു. അത് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിലൊക്കെ വായിക്കാം, യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കാം, ചിതറിപ്പാർക്കുന്ന എല്ലാ ഇസ്രായേൽ മക്കൾക്കെന്ന് പറയുമ്പോൾ. സോ ഈ ഡയസ്പോറ അല്ലെങ്കിൽ ഈ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഈ ഇസ്രായേൽ ജനത്തിന്റെ ഹാബിറ്റേഷനുള്ള സ്ഥലങ്ങളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഒയ്ക്കുമെനെ എന്ന വാക്ക്. കോസ്മോസ് എന്ന വാക്ക് അതിന് പറയുന്നത് സിസ്റ്റം, ഒരു സിസ്റ്റത്തിന് പറയുന്ന പേര്. അതായത് നിയമങ്ങളാലും റെഗുലേഷൻസിനാലും നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജനത, ഒരു സമൂഹത്തെ, ആ സമൂഹത്തെ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ലാൻഡിന് അല്ലെങ്കിൽ ആ ലൊക്കേഷന് പറയുന്ന പേരാണ് കോസ്മോസ്. അതായത് അതിനെ ഓൾ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലോബ് എന്ന നിലയിൽ പറയാറുണ്ട്. മാത്രമല്ല, അതിനെ ഞാൻ മറ്റു വാക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം. നമ്മൾ പറയത്തില്ലേ, സ്പോർട്സ് വേൾഡ്, ഫാഷൻ വേൾഡ്, സിനിമാ ലോകം, നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ ആത്മലോകം, ആത്മഗോളം എന്നൊക്കെ പറയത്തില്ലേ, ഇതിന് പറയുന്ന പേരാണ് കോസ്മോസ്. അതായത് ഒരു സിസ്റ്റം ഈസ് കൺട്രോൾഡ് ബൈ ലോസ് ആൻഡ് റെഗുലേഷൻസ്, ദാറ്റ് ഈസ് കോസ്മോസ്. സോ മനസ്സിലാക്കണം. അപ്പൊ അതൊരു ഗ്രൂപ്പ് ഓഫ്, അല്ലാതെ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പ്ലാനറ്റ് എർത്ത്. ഈ പ്ലാനറ്റ് എർത്തിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം, അങ്ങനെയും പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷെ അത് നമ്മൾ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. കോസ്മോസ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ എയോൺ എന്ന് പറഞ്ഞാൽ അർത്ഥം, അതിന്റെ റിയൽ അർത്ഥം പീരീഡ് ഓഫ് ടൈം എന്ന്, ഒരു പ്രത്യേക കാലഘട്ടം.
ഒരിക്കൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന കാലത്തിന് പറയുന്ന പേരാണ് എയ്യോൺ. എയ്യോൺ എന്ന വാക്കിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ലോകം എന്നാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 9 പറയുന്നുണ്ട്, ലോകാവസാനത്തിങ്കൽ അവൻ തന്റെ യാഗം അർപ്പിക്കാനായിട്ട് വന്നു. യോഗാവസാനം. അപ്പൊ യേശു ക്രിസ്തു വന്ന ആ കാലത്തിന്റെ പേര് ലോകാവസാനം. എബ്രായ ലേഖനം 1 പറഞ്ഞു അന്ത്യകാലത്ത്, എൻഡ് ഓഫ് ദ വേൾഡ്. നല്ല ഇംഗ്ലീഷ് KJV നമുക്ക് നല്ല പണി തന്നിട്ടുണ്ട് കേട്ടോ. എൻഡ് ഓഫ് ദ എയ്യോൺ അവൻ തന്റെ പുത്രൻ മുഖാന്തരം വെളിപ്പെടുത്തി തന്നിരിക്കും. എൻഡ് ഓഫ് ദ എയ്യോൺ. യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ ഇതെപ്പോ നിന്റെ വരവിനും ലോകാവസാനത്തിനും. അതിന്റെ അർത്ഥം എൻഡ് ഓഫ് ദ ഏജ് എന്ന് പറഞ്ഞ പീരീഡ് ഓഫ് ടൈം എപ്പോ തീരുമെന്ന്. ഈ ബൈബിൾ കോളേജിൽ അധ്യാപകൻ എന്ന് പറഞ്ഞ കുറെ അമ്മരില്ലേ, തെരണ്ടിയുടെ വാലിൽ നീളമുള്ള പോലെ, ആനവാലിലെ പോലെ നീളമുള്ള ഡിഗ്രി നടക്കുന്നുണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്കൊക്കെ ഒന്ന് ധൈര്യമായിട്ട് ഒന്ന് പറഞ്ഞു വിടാവൂ. ഇവിടെ സാറേ ഈ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അവസാനിക്കുന്നതല്ല, കാലം അവസാനിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ കാലം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ തിയോളജിയും ചവറ്റുകൊട്ടയിൽ പോകേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടല്ലോ? നിങ്ങളുടെ ആ വെള്ള ഉടുപ്പിട്ടുകൊണ്ട് ആളുകളെ കളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങ് തീരും. വരുമാനം നിൽക്കും, പിന്നെ തന്നെ വല്ല ജോലി ആക്കി ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്. അല്ലെ പിന്നെ നീയൊക്കെ എന്നാ ഗ്രീക്കാ ഈ ബൈബിൾ കോളേജിൽ MDH VD CD OD വാടി ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിഗ്രി ഉണ്ടല്ലോ. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എന്തിനാ ഈ ജനങ്ങളെ കളിപ്പിക്കുന്നത്? എയ്യോൺ എന്ന വാക്കിന്റെ ലോകാവസാനം എന്ന് വാക്കുന്ന കാലാവസാനം. എയ്യോൺ എന്ന വാക്കിന്റെ പീരീഡ് ഓഫ് ടൈം. അതായത് സ്റ്റോൺ ഏജ് വായിച്ചിട്ടില്ലേ? സ്റ്റോൺ ഏജ്, കല്ലുകൾ കൊണ്ട് ആളുകൾ ആയതുകൊണ്ടായി സ്റ്റോൺ ഏജ്. ബ്രോസൺ ഏജ്, അയൺ ഏജ്, പിന്നെ എന്ത് പറയുന്നേ, ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഇത് 3 വാക്കുകളാണ് നമ്മൾ ബൈബിളിലെ പ്രധാനമായിട്ട് ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഒയ്ക്കുമനെ എന്ന വാക്കിനെ നമ്മൾ ബൈബിൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന് 1-ാം വാക്യം. അക്കാലത്ത് ഭൂലോകത്തൊക്കെയും പേർവഴി ചാർത്തേണ്ടതിന് റോമാ കൽപ്പന വന്നു. ഭൂലോകമൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ആളുകൾ പോയി പേർവഴി ചാർത്തിയെന്നല്ല, ചൈനയിൽ നിന്ന് ആള് പോയെന്നല്ല, അല്ല. അന്ന് ആഫ്രിക്കയുടെ കുറച്ച് ഭാഗങ്ങൾ, മധ്യപൂർവേഷ്യ, യൂറോപ്പ് ഭാഗങ്ങളുള്ള കുറെ, അതായത് റോം ഭരിക്കുന്ന ആ കാലം, ആ സ്ഥലത്തിന്റെ പേരാണ് ഓയ്ക്കുമനെ. നമ്മളത് മലയാളത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഭൂലോകമൊക്കെ എന്ന് പറയും അല്ലേ? സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഭൂലോകമൊക്കെയും വരാൻ പോകുന്ന കഷ്ടത ഞാൻ നിന്നെ വിടുവിക്കും. നമ്മൾ when you read book of Revelation chapter 3, ഫിലദൽഫിയ സഭയോട് പറഞ്ഞു ഭൂലോകത്തൊക്കെയും വരാൻ പോകുന്ന മഹാകഷ്ടം ഞാൻ രക്ഷിക്കും. എന്തോ അതിനെ കുറിച്ച് എഴുതി, എന്ത് വെളിപ്പാട് പുസ്തകം അച്ചാച്ചന്മാർ എന്തോ പഠിപ്പിക്കുന്നത്? ഭൂലോകമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലും കഷ്ടം വരുന്നു, മഹോപദ്രവം വരുന്നു അല്ലേ? അല്ല, അത് ഇസ്രായേലിന് വരാൻ പോകുന്ന, ഇസ്രായേലിന്റെ ആ ഡയസ്പോറ അവർ ചേറിപ്പാർക്കുന്ന സ്ഥലത്ത് റോമിന്റെ എംപയറിന്റെ കീഴിൽ വരാൻ പോകുന്ന പീഡനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഫിലദൽഫിയ സഭ തന്നെ രക്ഷിക്കുന്നു. അപ്പൊ ഒയ്ക്കുമനെ എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, ഭൂലോകം എന്നല്ല, മറിച്ചത് ഇറ്റ് ഈസ് എ ലാൻഡ് ഇൻഹാബിറ്റഡ് ബൈ ഇസ്രായേൽ. കോസ്മോസ് എന്ന വാക്കിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 5-ാം വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നേടുവാൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാനറ്റ് ഉണ്ട്, ഭൂമിയുണ്ട്, എല്ലാം, ഈ ഭൂമി മൊത്തം നേടിയാലും അവൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞാൽ, അവന്റെ പ്രാണൻ നഷ്ടപ്പെട്ടാൽ അവൻ എന്തുണ്ട്? അപ്പൊ കോസ്മോസ് എന്ന വാക്കിന്റെ അർത്ഥം അതുവാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിപ്പിക്കും. വേറൊരു കാര്യം കൂടെ, എയ്യോണിനെ കുറിച്ച് ഒറ്റക്കാരോട് പറഞ്ഞു നിർത്താം. ഞാൻ ജസ്റ്റ് നേരത്തെ ഇൻട്രൊഡ്യൂഷൻ പറഞ്ഞത്. എയ്യോൺ എന്ന വാക്കിന്റെ അർത്ഥം കാലം എന്നാണ് അല്ലേ? കാലം. അത് മലയാളത്തിൽ കൊടുക്കുന്ന ലോകം. കാലാവസാനം എന്നാ പറയേണ്ടത്, ലോകാവസാനം എന്നല്ല പറയേണ്ടത്. ഒന്ന് വരുന്ന ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവർ ലോകത്തിന്റെ പ്രഭു, അവരത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്യത്തില്ലായിരുന്നു? തേജസ്സിന്റെ ക്രിസ്തുവിനെ, ലോകത്തിന്റെ പ്രഭുക്കന്മാർ തേജസ്സിന്റെ ക്രിസ്തുവിനെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? ക്രൂശിക്കത്തില്ലായിരുന്നു. എവിടെ എഴുതിയിരിക്കുന്നത്? ദ പ്രിൻസസ് ഓഫ് ദിസ് ഏജസ്, ലോകത്തിന്റെ പ്രഭുക്കന്മാർ. അവിടെ കൊടുത്തിരിക്കുന്ന ഏജ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ഈ ലോകത്തിന്റെ പ്രഭു. നമ്മുടെ അണ്ണന്മാർ പഠിപ്പിക്കുന്ന എന്തുവാ? ഭൂതം, പിശാചാന്ന് പറയും ഇല്ലേ? ലോകത്തിന് പറഞ്ഞാൽ ഏജ് എന്ന് പറഞ്ഞാൽ പ്രിൻസസ് ഓഫ് എയ്യോൺ, എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ വാണുകൊണ്ടിരുന്ന ലീഡേഴ്സിന്റെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്ന ലോകത്തിന്റെ പ്രഭു. അത് മറ്റാരും ഇല്ല, ജൂയിഷ് കമ്മ്യൂണിറ്റി. കാരണം യേശുവിനെ ക്രൂശിച്ച ആരാണ്? ലോകത്തിന്റെ പ്രഭുക്കന്മാരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തെ പത്രോസ് പ്രസംഗിക്കുമ്പോൾ എഴുതിയിട്ട് പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾ ക്രൂശിച്ചു വന്നു, റോമാക്കാർ ക്രൂശിച്ചു വന്നതല്ല പറയാം, യഹൂദന്മാരെ നിങ്ങൾ ക്രൂശിച്ചു വന്നവനും ഒന്നുവരായ നസ്രായനായ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാ പറഞ്ഞു. അപ്പം എയ്യോൺ, പ്രിൻസസ് ഓഫ് ദ ഏജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യഹൂദന്മാരെ, റോമാക്കാരൊക്കെ. അതുപോലെ തന്നെയാണ് ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസ് ഓഫ് ദി ഏജ്. ഹു ഇസ് ദാറ്റ്?
മലയാളിക്ക് ആകെ അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, പിശാശ്. അല്ലെങ്കിൽ പറയും ലൂസിഫർ എന്ന് പറയും. ലൂസിഫർ ലോകത്തിന്റെ പ്രഭു, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു പറഞ്ഞതിന്റെ അർത്ഥം ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ ജൂയിഷ് കമ്മ്യൂണിറ്റി, ജൂയിഷ് റൂളേഴ്സ്, സെൻഹദ്രീൻ സംഘം. ലോകത്തിന്റെ പ്രഭു, ലോകത്തിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ദ ഗോഡ് ഓഫ് ദിസ് എയോൺ മീൻസ് ദിസ് ഇസ് ലോ ആൻഡ് ഹൈ പ്രീസ്റ്റ് ആൻഡ് ഓൾ ദിസ് ജൂയിഷ് റൂളേഴ്സ്, അവരാണത് എയോൺ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 3 വാക്കുകൾ മനസ്സിലാക്കി നിങ്ങൾ വേദോസത്തെ പഠിക്കണം. അതുകൊണ്ടാണ് ഈ കാണുന്ന സകല കുന്ത്രാണ്ടങ്ങളും ഈ ചപ്പും ചവറുള്ള ഉപദേശങ്ങൾ മുഴുവൻ സഭയ്ക്കകത്ത് വന്നതിന്റെ കാരണം ഈ സംഭവമുണ്ട്. ഒരു വാക്കോട് പറഞ്ഞത് കർത്താവ് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ലെന്ന്. എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെതിരെ എന്ത് ചെയ്യരുത്? ദൂഷണം പറയരുത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഏത് ലോകം? യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, അപ്പോസ്തലന്മാർ എഴുതിയ കാലഘട്ടത്തിൽ, മത്തായി എഴുതിയിരുന്ന കാലഘട്ടം. അതിന് പറയുന്നത് ഒലാം ഹബ എന്ന് പറയും, മറ്റൊന്നിന് ഒലാം ഹസെ എന്ന് പറയും. അപ്പൊ ഒലാം ഹബ എന്ന് പറഞ്ഞ ഈ കാലം, ഈ ലോകം, അതായത് അപ്പൊ ആ ലോകം എപ്പോഴാണ് ആരംഭിച്ചത്? ഇറ്റ് ഈസ് ബിഗാൺ ഫ്രം ജെനിസിസ്, ഫ്രം ദ ഗാർഡൻ ഓഫ് ഏദൻ. അവിടെ മുതൽ അതിന്റെ ഏറ്റവും വലിയ അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ സിനായി. അപ്പൊ സിനായി കവനന്റിന്റെ ആ ഓൾഡ് കവനന്റ് ആദം മുതലുണ്ട്. എന്നാൽ അതിന്റെ പൂർണ്ണതയിൽ ആ നിയമങ്ങളെല്ലാം കൂടെ പൂർണ്ണമായിട്ട് വന്നത് സീനായിലാണ്. ആ സീനായുടെ കവനന്റിലാണ്, ആ ഉടമ്പടിയുടെ ടൈമിലാണ്, ആ ഏജിലാണ്, ആ ലോകത്തിലാണ്, മലയാളത്തിൽ പറഞ്ഞ ആ ലോകത്തിലാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. അപ്പൊ ആ ലോകത്തിലും, അപ്പൊ അവർ അത് പറയുമ്പോൾ 2000 ഇയേഴ്സിനും ആ ലോകത്തിൽ വരുവാനുള്ള ലോകം എന്ന് പറഞ്ഞാൽ യെറ്റ് ടു കം എന്ന വാക്കിന് കൊടുത്തിന് ഗ്രീക്ക് വേർഡ് മെല്ലോ എന്ന വാക്കിന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പെട്ടെന്ന് വരാൻ പോകുന്നത് 2000 വർഷത്തിന് ശേഷം, പിന്നെ 3000 വർഷത്തിന് ശേഷം വരാൻ പോകുന്നല്ല. ആ ലോകത്ത് ജീവിച്ച് ഇരുന്നിട്ട് പറയണം, പെട്ടെന്ന് നാട്ടെ ഇമ്മനന്റ് ആയിട്ട് വരാൻ പോകുന്ന, ടു ബി, വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു, പെട്ടെന്ന് വരാൻ പോകുന്ന മെല്ലോ ലോകം. ആ കാലത്തിലും അവരോട് ക്ഷമിക്കുകയില്ല എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താ? ഈ ലോകം വരുവാനുള്ള ലോകം. അതിന്റെ അർത്ഥം എന്താണ്? വരുവാനുള്ള ലോകം എന്താണ്? മശിഹയുടെ ലോകം. The first one is the spirit of the age of the law. വരാനുള്ളത് ഏജ് ഓഫ് ദ സ്പിരിറ്റ്. ഒന്നാമത്തത് മോശയുടെ ലോകം, 2 യേശുവിന്റെ ലോകം. മോശയുടെ ലോകം തീരുമ്പോഴേ യേശുവിന്റെ ലോകം വരും. മോശയുടെ ലോകം AD 70 അവസാനിച്ചു, യേശുവിന്റെ ലോകം AD 70 ആരംഭിച്ചു. യേശുവിന്റെ കാലത്തിന് അവസാനമില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞു, അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ല. അപ്പൊ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അവസാനമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത യേശു ക്രിസ്തുവിന്റെ നിത്യമായ ലോകത്താണ്. അതുകൊണ്ട് മറക്കല്ലേ, ബൈബിളിലെ എല്ലാ ലോകവും എടുത്തുകൊണ്ട് അന്ത്യകാലം എന്ന് പറഞ്ഞിട്ടില്ല. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഏജ് എന്നാണ്. എന്തോ ഏജാ? മോശയുടെ കാലം അവസാനിക്കുന്ന സമയത്ത് ആത്മാവിനെ പകരുമെന്ന്. പക്ഷെ ഇതറിയാൻ മേത്ത നമ്മുടെ പ്രവാചകന്മാർ, നമ്മുടെ പ്രസംഗകന്മാർ, നമ്മുടെ സുവിശേഷകന്മാർ, നമ്മുടെ ബൈബിൾ ടീച്ചേഴ്സ് എല്ലാ കൺവെൻഷൻ വേദിയിലും, ഉപവാസ പ്രാർത്ഥനയിലും, ഉണർവ് യോഗങ്ങളിലും, കോൺഫറൻസ് യോഗങ്ങളിൽ ഇരുന്ന് പറയുകയാണ്, അന്ത്യകാലമാണ്, അന്ത്യകാല ഉണർവ്, അന്ത്യകാലയാഭിഷേകം സകല ജഗ. ഏത് അന്ത്യകാലാഭിഷേകം? ഇടയെ അന്തവും കുന്തവും അറിയാതെ പാട്ടും പാടി ചുമ്മാ ആളുകളുടെ മുമ്പിൽ കിടന്ന് തുള്ളാതെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പോകാൻ ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ അല്പം ഗൗരവത്തോടങ്ങ് പറയും. കാരണം എന്തറിയാമോ, ഇത്രയും ഞാൻ പറഞ്ഞു കൊടുത്താലും പറയും, യു ആർ എ റോങ് ടീച്ചർ. ഐ ചലഞ്ച് സർ, ചെക്ക് ദ വേർഡ് ആൻഡ് കം ടു മീ. ബൈബിൾ നോക്കിട്ടോ. യു ആർ ഡിസീവ്ഡ് ബൈ ദീസ് ഓൾ ട്രാൻസ്ലേറ്റേഴ്സ്, and you're deceived by all these pastors, deceived by the Bible teachers and apologists. Apologists അല്ല, എന്തോ ആയത്. സോ മറക്കല്ലേ, ഒയ്ക്കുമനെ എന്ന് പറഞ്ഞാൽ റോമൻ വേൾഡ്, ഇസ്രായേൽ ജനം പാർക്കുന്നത്. കോസ്മോസ് മീൻസ് the system controlled by a system controlled by laws and regulations. Maybe it's a whole planet or universe, whatever it may be. ദൈവം ലോകത്തെ സ്നേഹിച്ചു, കോസ്മോസ് എന്ന വാക്ക് വെച്ചിരിക്കുന്നു. സോ ആ ഒരു വേൾഡിനെ സ്നേഹിക്കാതെ മനുഷ്യൻ താമസിക്കുന്നത്. അയോൺ മീൻസ് കാലം. ലോകാവസാനം പറഞ്ഞാൽ കാലാവസാനം. ഭൂമി അവസാനിക്കുന്നില്ല, ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം അവസാനിക്കേണ്ടതെല്ലാം അവസാനിച്ചു. നമ്മൾ ജീവിക്കുന്നത് അവസാനമില്ലാത്ത ലോകത്താണ്. അതുകൊണ്ടാണ് 1500 വർഷമായിട്ട് ഇവിടെ കിടന്ന് വരുന്നേ യേശു വരുന്നേന്ന് പറഞ്ഞവനെല്ലാം പോയി. ഇനി തിരിച്ചു പാടിക്കണം, ഞങ്ങൾ പോകുന്നേ എന്ന് പാടിക്കണം. കാരണം യേശു വരുന്നെന്ന് പറഞ്ഞ് നടക്കത്തില്ല, നീയൊക്കെ പോകത്തേ ഉള്ളൂ. കാന്തം വരാറില്ല, നീ പോകാറായെന്ന് പാടുക. കർത്താവ് വരത്തില്ല, നീ പോകും. പറഞ്ഞവന്മാരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ഞാനും പോകും, നിങ്ങളും പോകും. കർത്താവിന്റെ കാലത്ത് ഈ കർത്താവ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. നമ്മൾ ജീവിക്കുന്നത്
നിത്യമായ അവന്റെ രാജ്യത്തിലാണ്. ഇവിടെയും നിത്യമാണ്, അവിടെയും നിത്യം. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നശിക്കാതെ അങ്ങനെ തന്നെ ഒന്ന് ബൈബിൾ പരിശോധിക്കുക. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലാണ്. ഇത് വായിക്കുമ്പോൾ ഈ ലോകം എന്ന വാക്ക് പിള്ളേരോട് ചോദിക്കണം, മക്കളെ ഇതിന്റെ പേര് എന്തുവാടാ, ഇതിന്റെ ഒറിജിനൽ ഗ്രീക്ക് എന്തുവാടാ, ഇത് വൈക്കമിനെയാണോ? അത് പിള്ളേരോട് ചോദിച്ചോ, ഇനി അനാവശ്യമായ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ച് കുളമാക്കണ്ട. നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. നിശ്ചയമായിട്ടും ഒരനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾക്ക് വചന പഠനത്തിന് അനുഗ്രഹമായി മാറി ഞാൻ കരുതുന്നു. സർവശക്തി നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തമാശ രൂപത്തിൽ അങ്ങ് പറഞ്ഞല്ലോ, കാരണം ചില കാര്യങ്ങൾ ഇച്ചിരി സീരിയസ് ആയിട്ട് പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലെ ഇതുപോലൊരു ചെറിയ കാര്യമായിട്ട് കാണാം. അതുവരെ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.